പണ്ട് കാലം മുതൽക്കേ കർക്കിടകത്തിലെ ആരോഗ്യ പരിചരണം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഞാനും ഇന്ന് അതുപോലൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൻവ ആയുർവേദയിലേക്കാണ്. നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതിനു മുൻപും ഞാൻ ഈ ഒരു തൻവ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ്. നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ആയുർവേദ മരുന്നുകളുടെയും അതുപോലെ എണ്ണയുടെയൊക്കെ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഡോക്ടേഴ്സായ സിൻഷ മാഡം ആയാലും പാർവതി മാഡം ആയാലും അതുപോലെ തന്നെ നമ്മുടെ തെറാപ്പിസ്റ്റ് ആയാലും അതുപോലെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. തന്നെയല്ല നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ഉള്ളത് അതൊക്കെ ചോദിച്ചറിഞ്ഞ് നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് അവരിവിടെ ചെയ്തു തരുന്നത്. അല്ലാതെ കണ്ട് നമുക്ക് ചുമ്മാ കുറച്ച് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തന്ന് അങ്ങനെ പോവുകയല്ല ചെയ്യുന്നത്. നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് ഡോക്ടർ നമുക്ക് തരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു റെജുനുവേഷൻ ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു ഫുൾ ബോഡി മസാജ്, പിന്നെ അതുപോലെ ഒരു ഫേസ് മസാജ്, ഹെയർ മസാജ്, ഒരു സ്റ്റീം ബാത്ത്, പിന്നെ കണ്ണിനൊരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു യൂട്യൂബ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ലാപ്ടോപ്പ് അതുപോലെ ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ണിന് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കൈക്ക് ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയ്യിൽ ചെറുതായിട്ടൊരു സ്വെല്ലിംഗ് ഒക്കെ വന്ന് കൈക്ക് ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ഡോക്ടറുടെ ആ ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രമേ അവർ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യത്തുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിവിടെ ഒരു റെജുനുവേഷൻ ട്രീറ്റ്മെൻറ്റ് അത് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പെയിനിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം മാത്രമേ അവർ നമുക്കൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊരു പ്ലാൻ നമുക്ക് തയ്യാറാക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ബോഡി പെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഫസ്റ്റ് ഡേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ 1-2 പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ എല്ലാവരും ട്രീറ്റ്മെൻറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു റെജുനുവേഷൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു കൈയുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റിനും അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു തൻവ ആയുർവേദ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കടയ്ക്കൽ പാങ്ങോട് റോഡിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. നമ്മൾ ഗൂഗിളിൽ കയറി തൻവ ആയുർവേദ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാ എനിക്കിവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യും കേട്ടോ. ബി പി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക്, കാരണം ഒരു സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി പി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇതാ കണ്ടില്ലേ, നല്ലൊരു ഫീലാണ്, നല്ലൊരു മണവും. എനിക്ക് ഈ ഒരു ആയുർവേദ മെഡിസിൻ്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആ ഒരു മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. ഈ ഒരു ആംബിയൻസ് ഇതാ കണ്ടില്ലേ, ശിരോധാരയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ കണ്ടില്ലേ, എനിക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓയിൽ, അതുപോലെ തന്നെ ഞവരക്കിഴി, അതുപോലെ ഫേസ് മാസ്ക്, ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇവിടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വർക്കിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നമുക്കുണ്ടാകുന്ന ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് ഇതുപോലെ നല്ലൊരു ബോഡി മസാജ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഫുൾ ബോഡി മസാജ്, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫേസ് മസാജ്, ഹെഡ് മസാജ്, ഇതൊക്കെ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും. ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ല കേട്ടോ, അല്ലാത്തവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ല സ്ട്രെസ് ഉള്ളത്. ഇപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ പോലും അവർക്കും ഉണ്ടാവും സ്ട്രെസ്സ്, അതുപോലെ ബോഡി പെയിന്, മറ്റു കാര്യങ്ങൾ, ഉറക്കമില്ലായ്മ, ഇതൊക്കെ അവരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഹെഡ് കണ്ടീഷനും കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കാവൂ. ഇതിപ്പോൾ വന്നിട്ട് എൻ്റെ ഒരു ഫുൾ ബോഡി മസാജ്, അതുപോലെ കൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഴി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാദാഭ്യംഗം ചെയ്യുവാണ് കേട്ടോ. പാദാഭ്യംഗം ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിനൊക്കെ ഉണ്ടാകുന്ന വേദനകൾ, ഉപ്പൂറ്റി വേദന, ഇതിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. തന്നെയല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പാദാഭ്യംഗം ചെയ്യുന്നത്.
കാലിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മസാജും കാര്യങ്ങളൊക്കെയാണിത്. ഫുൾ ബോഡി മസാജിൽ നമുക്ക് ഈ ഒരു കാലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് തരും. പക്ഷേ ഇത് വന്നിട്ട് എക്സ്ട്രാ ഒരു കെയറും കൂടിയാണ് ഈ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു കാലിൻ്റെ പാദത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് നല്ലൊരു പ്രഷറൊക്കെ തന്ന് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു സുഖം കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ബോഡി പെയിൻ ആണെങ്കിലും ആ ഒരു ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിലും ഒക്കെ എനിക്ക് നല്ലൊരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു കൈയുടെ പെയിനൊക്കെ ആണെങ്കിൽ തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ പാദാഭ്യംഗം, അപ്പോൾ കാലിനൊക്കെ നന്നായിട്ട് ഓയിലിട്ട് ചൂടോട് കൂടി ഓയിൽ നമ്മുടെ ബോഡിയിലിട്ട് മസാജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര സുഖമാണേ. ഒരു കാലിലൊക്കെ നമുക്ക് ചൂടോട് കൂടിയുള്ള ഓയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് തരും. പിന്നെ നമ്മുടെ ഒരു ബോഡി പെയിൻ്റെ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഓയിലായിരിക്കും നമുക്കിവിടെ മസാജിന് എടുക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, കാലിലൊക്കെ നല്ലപോലെ ഇങ്ങനെ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യുന്നത് വളരെ നല്ലൊരു സുഖമാണ് നമുക്ക് കിട്ടുന്നത്. കാല് വേദന, ഉപ്പൂറ്റി വേദനയ്ക്കൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു പാദാഭ്യംഗം എന്ന് പറയുന്നത്. പാദാഭ്യംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ ഇവിടെ ഫേസ് മസാജ് ചെയ്യുവാണ്. ആദ്യം തന്നെ ഫേസിലേക്ക് നമുക്ക് ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഓയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ അതിനുള്ള ഓയിലായിരിക്കും. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഓയിലാണ് ഇവർ യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അതിന് പറ്റിയ ഒരു ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഫേസൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് തരും. ഈ ഒരു ഫേസ് മസാജിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് മുഖത്തൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കാനും സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഗ്ലോ ചെയ്യാനും ഒക്കെ നല്ലൊരു മസാജാണ് ഈ ഒരു ഓയിൽ മസാജ്. ഓയിൽ മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ചെയ്യുന്നത് ഞവരക്കിഴി വെച്ചിട്ടുള്ളൊരു മസാജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഞവരക്കിഴി വന്നിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഞവര. അപ്പോൾ ഈ ഒരു ഞവരക്കിഴി വെച്ചിട്ട് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തരും. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇട്ടേക്കും. അതിനുശേഷം അത് കഴുകി കളഞ്ഞിട്ട് നമുക്കിവിടെ ഫേസ് പാക്ക് ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഞവര വെച്ചിട്ടുള്ള മസാജ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഫേസ് മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് വന്നിട്ട് വർണ്ണിയം ഫേസ് മാസ്ക് ആണ് കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവരുടെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഈ ഒരു വർണ്ണിയം ഫേസ് പാക്ക്. ഞാനിപ്പോൾ ഈ ഒരു ഫേസ് പാക്കൊക്കെ ഞാൻ ഒരു 6 മന്തായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ജനുവരിയിൽ എനിക്കൊരു ട്രാവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം എനിക്ക് നല്ല സൺടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സ്കിന്നൊക്കെ ഒരുപാട് ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാനിവിടെ ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നത്. ആ ഒരു സമയത്ത് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു വർണ്ണിയം ഫേസ് പാക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു സാഫ്രോൺ ഗ്ലോ ജെല്ലും കൂടി ഉണ്ട്. അതും കൂടി ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു 2 പ്രോഡക്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്ന് വരികിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു ക്രീം ആണെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആണെന്ന് വരികിൽ മാത്രം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് എല്ലാം ഇട്ടതിന് ശേഷം അതെല്ലാം നല്ലപോലെ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ സ്റ്റീം ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ബാത്ത് തരും. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിവിടെ ഹെഡ് മസാജ്, പിന്നെ അതുപോലെ തന്നെ കണ്ണിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല കേട്ടോ ഇവിടെ നമുക്കുള്ളത്. നമുക്കിവിടെ ശിരോധാര, പിന്നെ അതുപോലെ തന്നെ ഫുൾ ബോഡി ധാര, അതുപോലെ തന്നെ പലതരം കിഴികൾ, പൊടിക്കിഴി, ഇലക്കിഴി, അതുപോലെ തന്നെ നാരങ്ങാക്കിഴി, ഇങ്ങനെയൊക്കെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വേരിക്കോസ് വെയിനുള്ള ട്രീറ്റ്മെൻറ്റ്, ലീച്ച് തെറാപ്പി, സിരാവേദം, ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കണ്ണിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, സേകം, തർപ്പണം, അശ്ചോദനം, ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അഗ്നികർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലൊക്കെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അഗ്നികർമ്മ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ PCOD, PMOS, അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രസവരക്ഷയൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. റൂം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് പ്രസവ ശുശ്രൂഷയൊക്കെ നമുക്കവിടെ വീട്ടിൽ ചെന്നിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തൻവയിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഹെഡ് മസാജ് ആണ് കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹെഡ് മസാജിൽ നമുക്ക് ഉപയോഗിക്കുന്ന എണ്ണ വന്നിട്ട് നമുക്ക് ഏതാണോ പറ്റുന്നത്, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും എണ്ണയൊക്കെ അലർജി ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് പറ്റുന്ന ഓയിൽ ഏതാണോ ആ ഒരു ഓയിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് മസാജ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരു ചൂടോട് കൂടിയുള്ള ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നമ്മുടെ തലയ്ക്കൊക്കെ വളരെ നല്ലതാണ്.
നല്ല ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഈ ഒരു മസാജ് വളരെ നല്ലതാണ്. മസാജ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഇവർ നന്നായിട്ട് മസാജ് ചെയ്ത് തരും കേട്ടോ. ആ ഒരു മസാജ് ഉണ്ടല്ലോ നല്ലൊരു സുഖമായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തെ എന്തെങ്കിലും പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ലൊരു സുഖമായിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ് മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് ഫോൺ, ലാപ്ടോപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടാനും പിന്നെ അതുപോലെ തന്നെ കണ്ണിനൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ വന്നിട്ട് നമുക്ക് കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, അല്ലാതെ കണ്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റോട് കൂടി എൻ്റെ ഇന്നത്തെ ആ ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റ് കഴിയും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.